നയനയോട് ആദർശ് വന്ന് പറയുന്നുണ്ട്. നയനെ, അമ്മ നമ്മൾ പോവാൻ സമ്മതിച്ചു, ഹണിമൂൺ ട്രിപ്പിനെ അമ്മ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് നയനെ എടുത്ത് പൊക്കി കറക്കുവാണ്. ഈ സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് നവ്യ വരുന്നത്. എന്താ ആദർശേട്ടാ, എന്താ കാണിക്കുന്നേ എന്നും പറഞ്ഞായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അത് എന്താ ഇത്ര വലിയ സന്തോഷം രണ്ടാൾക്കും, എന്താ സംഭവം എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. അത് അനിയത്തി തന്നെ പറയും എന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോവാണ്. എന്താ നവ്യ, എന്താ കാര്യമെന്ന് നവ്യ ചോദിക്കുന്നു. അത് പിന്നെ ചേച്ചി, ഹണിമൂൺ ട്രിപ്പിന് പോവാനേ അമ്മ സമ്മതിച്ചു, അതിന്റെ സന്തോഷ. ആണോ? അപ്പൊ നിന്റെ അമ്മായിയമ്മ നീയാണ് ലിവർ തന്നേന്ന് അറിഞ്ഞു, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതൊന്നും അല്ല, ഈ ട്രിപ്പിന്റെ കാര്യം പറഞ്ഞു തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെയാ, അതുകൊണ്ട് അമ്മ സമ്മതിച്ചതാ. അതുമാത്രല്ല, ആദർശേട്ടന്റെ സന്തോഷമല്ലേ ഇപ്പൊ അമ്മ നോക്കുന്നുള്ളൂ, അതുകൊണ്ടാ, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. എന്നാലും വല്യമ്മ പതിയെ പതിയെ നിന്നെ സ്നേഹിക്കും, നിന്റെ മനസ്സ് അത്ര നല്ലതാ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ. എപ്പോഴാ പോകുന്നേ എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട്. അറിയില്ല ചേച്ചി, ആദർശേട്ടൻ വന്ന് പറഞ്ഞേ ഉള്ളൂ, എപ്പോഴാന്നൊക്കെ ആദർശേട്ടനെ അറിയൂ. എന്തായാലും അമ്മായിയുടെ മനസ്സ് മാറുന്നതിന് മുൻപ് രണ്ടുപേരും പെട്ടെന്ന് പൊക്കോ. അങ്ങനെ അമ്മയുടെ മനസ്സ് മാറിയിട്ട് പോണ്ടാന്ന് പറഞ്ഞാല് ഞാൻ പോവില്ല ചേച്ചി, അമ്മ പറയുന്ന പോലെ ഞാൻ ചെയ്യൂ. എന്തായാലും മോളെ, അമ്മായി സമ്മതിച്ചില്ലേ, നിങ്ങൾ വേഗേ ഹണിമൂൺ ട്രിപ്പിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക് എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. നവ്യയ്ക്ക് ഇത്തിരി കുശുമ്പൊക്കെ തോന്നുന്നുണ്ട്. ആദർശേട്ടന്റെ സ്നേഹം കണ്ടിട്ടാണ് നവ്യയ്ക്ക് ഇത്തിരി ദേഷ്യമൊക്കെ തോന്നുന്നത് അഭിയോട്. അങ്ങനെ അഭി നല്ല ഉറക്കത്തിലായിരിക്കും, അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓ, അവൻ കിടന്നുറങ്ങി എന്നൊക്കെ പറഞ്ഞായിരിക്കും നവ്യ വരുന്നത്. നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോടാ, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? നീ എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കോ? നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട, നല്ല സുഖമായിട്ട് ഉറങ്ങിക്കോ. ആദർശേട്ടനും നാനയും കൂടെ ട്രിപ്പ് പോവാൻ നോക്കുക. നീ അതൊക്കെ കണ്ടിരുന്നോ? നീ ഇന്നേ വരെ എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ഈ സാഹചര്യത്തിലെ യാത്രയൊന്നും പാടില്ല, അത് നിനക്കറിയില്ലേ? അല്ലെങ്കിൽ നീ അങ്ങ് കൊണ്ടുപോയിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, അതെന്നെ കൊല്ലാനായിട്ട്. ഓ, ഒന്ന് അയാൾക്ക് നിന്നോടെന്തോ സ്നേഹം, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടതാ, അല്ലെങ്കിൽ നീ എന്നേ പരലോകത്തേക്ക് എത്തിയനെ എന്ന് അഭിമനസ് പറയുന്നുണ്ട്. നിന്റെ അടുത്ത് പറഞ്ഞില്ലേ നിന്നെ ഇപ്പോ യാത്രയ്ക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ യാത്രയൊക്കെ ഒഴിവാക്കണമെന്ന്. ഇനി നീ പറയുന്ന പോലെ യാത്ര കൊണ്ടുപോയിട്ട് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലോ? അപ്പൊ നിനക്കും നിന്റെ അമ്മയ്ക്ക് സന്തോഷാവുമല്ലോ. എനിക്കും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കാൻ കാത്തിരിക്കല്ലേ നിങ്ങൾ രണ്ടുപേരും? അല്ല, ആദർശും നായനയും പോകുന്നതിന് അമ്മായി സമ്മതിച്ചോ? അമ്മായിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാ അവര് പോകുന്നത്. അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. നിനക്കതിന് എന്തറിയാനാ? ഏത് നേരം നിനക്കൊരു ഫോൺ ഉണ്ടല്ലോ, ആ ഫോണാ നിന്റെ ആദ്യ ഭാര്യ, എന്നിട്ട് നിനക്ക് ഞാനും ഉള്ളൂ. നിന്റെ കാര്യമേ അങ്ങനെ തന്നെയാ. നീ ഇപ്പൊ എന്തിനാ എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്? ഞാൻ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. എനിക്കൊരു സമാധാനം തരൂ നീ. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുവടാ, നിനക്ക് ദേഷ്യം വരും. ആദർശേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതേ നയനയുടെ ഭാഗ്യ. എന്ത് ഭാഗ്യം എന്നാ പറയുന്നേ? പെൺകോന്തൻ അല്ലാതെ എന്ത് പറയാനാ? നീയാണോ അത് പറയുന്നേ പെൺകോന്തനാണെന്ന്? ആദർശേട്ടനെ നല്ല സ്നേഹമുള്ള മനുഷ്യനാ, നയനയെ സിനിമയിൽ കാണുന്ന പോലെയാ കൊണ്ടു നടക്കുന്നത്. എത്ര നന്നായിട്ടാ സ്നേഹിക്കുന്നത്. നിനക്കങ്ങനെ തന്നെയാ, സിനിമയെ പോലെ ഓരോരോ കാര്യങ്ങളാവണം. ഇതേ ലൈഫാ, അല്ലാതെ സിനിമയല്ല. മറ്റുള്ളവരെ ജീവിതത്തിൽ എത്തി നോക്കിയിട്ടേ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതേ ഒരു പെണ്ണിനും അത്ര നല്ലതല്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്തി നോക്കി എന്തെങ്കിലും നല്ലതുണ്ടെങ്കിലേ സ്വന്തം ജീവിതത്തിലെ അതുപോലെ അനുകരിച്ചൊന്ന് കരുതിയിട്ടേ ഒന്നും വരാൻ പോകുന്നില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് നവ്യ കിടക്കുന്നുണ്ട്. ദേവയാനിയാണെങ്കിൽ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ആദർശം നായനും പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആവുന്നത് അത് കണ്ട് ദേവയാനി ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. പതിയെ ജയേട്ടൻ അറിയാതെ ഫോൺ എടുത്ത് പുറത്തോട്ട് വരാ. ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ഡോക്ടറെ, ഞാനിപ്പോ വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയോ, ഉറക്കം കളഞ്ഞോ എന്നൊക്കെ ദേവയാനി ചോദിക്കുക. ഇല്ല, താൻ പറ, എന്താ ഇപ്പൊ ദേവയാനി വിളിച്ചേ? അത് പിന്നെ ഡോക്ടറെ, എനിക്ക് ലിവർ തന്ന പെൺകുട്ടി ഒരു ദൂരയാത്ര പോവാ ഹസ്ബൻഡിന്റെ കൂടെ. അപ്പൊ ആ കുട്ടിക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഒരു കുഴപ്പമില്ല, എത്ര ദൂരം വരെ വേണമെങ്കിലും യാത്ര ചെയ്യാം, യാതൊരു കുഴപ്പം ഉണ്ടായിരിക്കില്ല. എന്നാൽ തൻ്റെ കാര്യം അങ്ങനെയല്ല, തനിക്കിപ്പോൾ യാത്രയൊന്നും പാടില്ല. 1 മാസമെങ്കിലും ഇനിയും റെസ്റ്റ് എടുക്കണം. എൻ്റെ കാര്യത്തില് എനിക്കൊരു പേടിയുമില്ല, ആ കുട്ടിയുടെ കാര്യത്തിലാ. ആ കുട്ടിയെ ഓർത്ത് നീ പേടിക്കണ്ട. ഇനി യാത്ര ചെയ്തെന്ന് കരുതിയിട്ട് ആ കുട്ടിക്ക് ഒന്നും വരാൻ പോകുന്നില്ല എന്ന് ഡോക്ടർ പറയാണ്. ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാ. ദേവയാനിക്കിത് കേൾക്കുമ്പോൾ ഒരുപാട് അങ്ങ് സന്തോഷാവുന്നുണ്ട്. പിന്നീടായിട്ട് രാവിലെ നയന ഡ്രസ്സെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. ആദർശിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ഇത്രയും ഡ്രസ്സ് വേണോ, എത്രണ്ണം എടുക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. നീ ബാഗിൽ കൊള്ളുന്ന രീതിക്ക് ഡ്രസ്സ് എടുത്തോ, എന്തിനാ അത്രയേറെ? അത് പിന്നെ ചൂടല്ലേ, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഡ്രസ്സ് മാറ്റേണ്ടി വരും.
ചൂടോ? നമ്മളിതിന് തണുപ്പുള്ള സ്ഥലത്തോട്ടല്ല പോകുന്നത്. രാവിലെ 10-11 മണി ആവുമ്പോഴേക്കും ചൂട് എവിടെയാണെങ്കിലും ഉണ്ടാവും. പിന്നെ നിന്റെ കാര്യം അറിയാലോ, എപ്പോഴും അമ്പലത്തിൽ പോകണം. അവിടെ പോയാലും നീ അമ്പലത്തിൽ പോക്ക് മുടക്കില്ലല്ലോ. ഒരു തവണ ഇട്ട ഡ്രസ്സ് പിന്നെ ഇടില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. അങ്ങനെ ചിരിച്ചുകൊണ്ട് ഡ്രസ്സെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. ഇനി പോകുമ്പോൾ എല്ലാവരെയും കൂട്ടി പോകണം. ഇപ്പം നമ്മൾ മാത്രമല്ലേ പോകുന്നത്. അതുകൊണ്ട് ഇനി പോകുമ്പോൾ നവ്യേച്ചിയെയും അനാമികയെയും ഒക്കെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അവർക്കത് വല്ലാത്ത സങ്കടമാവും എന്നൊക്കെ പറയുന്നുണ്ട്. നവ്യയുടെ സാഹചര്യത്തിൽ ഇപ്പം യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ അനാമികയുടെ കാര്യം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ലല്ലോ ആദർശേട്ടാ. അനിയും അനാമികയും നല്ല പോലെ ജീവിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നാ അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവന്റെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നടക്കുന്നതൊന്നും അങ്ങനെയല്ലല്ലോ. മോളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും അത് തിരുത്തി കൊടുക്കാൻ അച്ഛനും അമ്മയും ശ്രമിക്കുന്ന പോലുമില്ല. അങ്ങനെ ഒരു അച്ഛനും അമ്മയല്ലേ കിട്ടിയിരിക്കുന്നേ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഇനി എന്തായാലും സംസാരിച്ച് നിൽക്കണ്ട, നമുക്ക് ഇറങ്ങാം. ഞാൻ ഈ ബാഗ് എടുത്തോളാം. വേണ്ട ആദർശേട്ടാ, ഞാൻ എടുത്തോളാം. ഈ ബാഗ് എടുക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റും. അതെനിക്കറിയാം. എന്നാലും ഞാൻ ഈ ബാഗ് എടുത്തോളാം എന്നും പറഞ്ഞ് ആദർശ് ഇറങ്ങുന്നുണ്ട്. ചായ ഉണ്ടാക്കേണ്ട ആദർശേട്ടാ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, പുറത്തെ ഒരുപാട് കടകൾ ഉണ്ടായിരിക്കും, നമുക്ക് അവിടുന്ന് ചായ കുടിച്ചാൽ മതി, നീ ഇനിയിപ്പോൾ ചായ ഒന്നും ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞ് ആദർശും നയനയും മേളിൽ നിന്ന് താഴോട്ട് വരികയാണ്. ഇതേ സമയത്ത് ആദർശിനും നയനയ്ക്കുള്ള ചായയൊക്കെ ഇട്ട് ദേവയാനി വരുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, മക്കളെ നല്ല സന്തോഷത്തോടു കൂടി യാത്ര അയക്കണം, ഈ ചായ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞായിരിക്കും ദേവയാനി വരുന്നത്. ചായയുമായി നിൽക്കുന്ന ദേവയാനിയെ നയനയും ആദർശം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നു. എടുത്തോട്ട് വന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ചായ ഉണ്ടാക്കിയോ? ഞാൻ ആദർശേട്ടൻ പറഞ്ഞ കാരണമാണ് ഉണ്ടാക്കാതിരുന്നത്, പുറത്തുനിന്ന് കുടിക്കാന്ന് പറഞ്ഞു. എന്താ ഇപ്പം ഞാൻ അടുക്കള കയറിയില്ലേ, ഇനി ഈ ചായ കുടിക്കില്ലാന്നുണ്ടോ? അമ്മ എന്ത് ചോദ്യം ചോദിക്കുന്നേ? ഞങ്ങൾ ഈ ചായ കുടിക്കില്ലാന്ന് പറഞ്ഞോ? അമ്മ ചായ ഇങ്ങ് തന്നെ എന്നും പറഞ്ഞ് ചായ കുടിക്കാണ്. ആഹാ, നല്ല ചായ. എങ്ങനെയുണ്ട്? കടുപ്പൊക്കെ പാകല്ലേ? ആ പാകണമ്മേ. അമ്മേ നല്ല ചായ, കടുപ്പും മധുരം ഒക്കെ പാകത്തിനാണെന്ന് പറയുന്നുണ്ട്. നിന്നോട് ഞാൻ ചോദിച്ചോ? ഞാൻ എൻ്റെ മോനോടാ ചോദിച്ച ചായ എങ്ങനെയുണ്ടെന്ന്. നീ അതിൽ അഭിപ്രായമൊന്നും പറയണ്ട. അല്ല, ഇനിയിപ്പോൾ ഭാര്യ കൂടേണ്ടെന്ന് കരുതിയിട്ട് വണ്ടി ഓടിക്കുന്നതിലേ ഒരു പിഴവും പറ്റരുത്. നല്ല റോട്ടിലൂടെ വേണം വണ്ടി ഓടിക്കാൻ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മ എന്തിനാ കൊച്ചുകുട്ടിയെ പോലെ എന്നോട് ഇങ്ങനെ പറയുന്നേ? നീ എനിക്ക് കൊച്ചുകുട്ടി തന്നെയാ, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായേനെ. ഇത് കേൾക്കുന്ന നയന പറയുന്നുണ്ട്, അതിനെന്താ അമ്മ കൂടെ പോരെ? ഓ, നിന്റെ വർത്താനം എനിക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നിന്റെ ഉള്ളിൽ നിന്നൊന്നല്ല നീ ചോദിക്കുന്നതെന്ന്. എന്തായാലും നിങ്ങൾ പോയിട്ട് വാ. പറഞ്ഞതൊന്നും മറക്കണ്ട. ഉറക്കം വരുവാണെങ്കിൽ വണ്ടി കുറച്ചു നേരം നിർത്തിയിട്ട് വേണം പിന്നീട് വണ്ടി ഓടിക്കാൻ. ശരി അമ്മേ, ഞാൻ അങ്ങനെ ചെയ്തോളാം. അമ്മേ, ഞാൻ ആദർശനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചോളാം, അമ്മ പേടിക്കണ്ട. ഞാനേ ആദർശിൻ്റെ അടുത്താ പറഞ്ഞത്, നീയല്ലല്ലോ വണ്ടി ഓടിക്കുന്നേ. നയനയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയാലോ, അനി കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ നയനെ ഓടിക്കണ്ട. ഈ റോട്ടിലൂടെ അനി പഠിപ്പിച്ചു കൊടുത്ത അറിവൊന്നും പോരാ, നല്ല രീതിക്ക് പഠിക്കണം, എന്നിട്ടേ വണ്ടി ഓടിക്കാൻ പറ്റൂ. എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ, ട്രാഫിക് കുറവായിരിക്കും. ചായയിൽ ഞാൻ നല്ല കടുപ്പിട്ടിട്ടുണ്ട്, ഉറക്കം വരാതിരിക്കാൻ എന്നും പറഞ്ഞ് യാത്ര അയക്കുകയാണ്. അങ്ങനെ കൂടെ തന്നെ ചെല്ലുന്നുണ്ട് ദേവയാനി. നയന ദേവയാനിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ദേവയാനിയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരിക്കും. ഇത് കണ്ട് നയന കാറിൽ കയറുന്നുണ്ട്. കയറിയ ഉടനെ തന്നെ ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ആദർശന്റെ കൂടെ ഞാൻ വരുന്നതിൽ അത്ര ഇഷ്ടമൊന്നുമില്ല, സങ്കടത്തിലാ പറഞ്ഞു വിടുന്നേ. അങ്ങനെയൊന്നുമല്ല, ഞാൻ ദൂരയാത്ര പോകുമ്പോഴെല്ലാം അമ്മയ്ക്ക് വലിയ സങ്കടാ, അതുകൊണ്ടാ അമ്മ കരയുന്നത് എന്ന് കരുതി നമുക്ക് കിട്ടിയ അവസരം നമുക്ക് മുതലാക്കണ്ടേ? ഇതൊരു ഗോൾഡൻ ചാൻസാ, അപ്പൊ നമുക്ക് ഒന്ന് അടിച്ചു പൊളിച്ചു വരാം എന്നൊക്കെ ആദർശ് നയനയുടെ അടുത്ത് പറയുന്നുണ്ട്.